നിങ്ങൾ സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മൾ കാത്തിരുന്ന DME നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. സോ നിങ്ങൾ എല്ലാവരും ഓരോ ദിവസത്തെയും വില എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ദയവ് ചെയ്ത് വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുടെ പുറകെ നിങ്ങൾ ഒരു കോച്ചിങ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോകരുത്. കാരണം ക്ലാസ്സുകൾ എന്ന് പറയുന്നത് തിയറി ക്ലാസ്സുകൾ എന്ന് പറയുന്നത് വെറും 25% ഇമ്പോർട്ടൻസ് മാത്രമാണ്. അതിന്റെ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും യൂണിറ്റ് ടെസ്റ്റുകളും മോഡൽ പരീക്ഷകളും നന്നായിട്ട് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ റിവിഷൻ ക്വിക്ക് റിവിഷൻ പോയിന്റുകളും മോഡൽ OMR എക്സാമുകളും പ്രിപ്പയർ ആകുമ്പോഴാണ് നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറയുന്നത്. അല്ലാതെ കുറച്ച് വീഡിയോ മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ഒരിക്കലും കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ 100 ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ കഴിയില്ല. കുറച്ച് ക്ലാസ്സിൽ അനാട്ടമി പോലുള്ള സബ്ജക്ട്സിൽ നമുക്ക് കുറച്ച് വീഡിയോകൾ നമുക്ക് പ്രയോജനം ചെയ്യും. പക്ഷേ അപ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്നത് പോലെ ഓരോ ഇമേജിനകത്തു നിന്നുള്ള കൃത്യമായ അനാട്ടമി പഠിച്ചതിന് ശേഷം ഇതിന്റെ അകത്തുനിന്നുള്ള പ്രീവിയസ് എക്സാം ചോദ്യങ്ങളുടെ നോട്ട് തന്നെ പഠിക്കണം. കോമ്പറ്റീറ്റീവ് എക്സാം ക്വസ്റ്റ്യനുകൾ തന്നെ നോട്ടായിട്ട് പഠിക്കണം. അല്ലാതെ ഇമേജ് മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാം തയ്യാറെടുക്കരുത്. കൃത്യമായ രീതിയിലേക്ക് ദയവ് ചെയ്ത് അങ്ങനെ ഒരു പരീക്ഷണത്തിന് ആരും മുതിരരുത്. കൃത്യമായിട്ട് തിയറി ക്ലാസ് 25% ഇമ്പോർട്ടൻസ് ആണ്. ദീസ് ക്വസ്റ്റ്യൻസ് അതും 25% ഇമ്പോർട്ടൻസ് ഉണ്ട്. മോഡൽ എക്സാമുകൾ അതിനും 25% ഇമ്പോർട്ടൻസ് ഉണ്ട്. നന്നായിട്ട് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക, അതിനും 25% ഇമ്പോർട്ടൻസ്. അത് OMR എക്സാം എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. എങ്കിലും നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാകുള്ളൂ. കഴിഞ്ഞ എക്സാമിലെല്ലാം നിങ്ങൾക്ക് സംഭവിച്ചതാണ്. ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോകും. ദയവായി സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ രീതിയിലും കോംപ്രിഹെൻസീവ് ആയിട്ട് തന്നെ തയ്യാറെടുക്കുക. അല്ലാതെ റിസ്ക് എടുക്കരുത്. അല്ലാതെ തിയറി ക്ലാസ് അല്ലെങ്കിൽ തിയറി നോട്ടുകളോ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കോമ്പറ്റീറ്റീവ് എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകരുത്. അത് റിസ്ക് ആണ്. ദയവ് ചെയ്ത് അങ്ങനെ ഇനിയൊരു പരീക്ഷണത്തിൽ മുതിരരുത്. കാരണം ഇനിയൊരു റിസ്ക് എടുക്കാനുള്ള അവസരം നിങ്ങളുടെ മുന്നിലില്ല. ഇനിയൊരു എക്സാം 3 വർഷം കഴിഞ്ഞാലുള്ളൂ. അത് തന്നെ DHS ആണ്. DHS സാഹചര്യങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഒരു തവണ നേഴ്സസ് സക്സസ് മാജിക് ലേണിംഗ് ആപ്പിന്റെ പുതിയ ആപ്പ് ഞാൻ പറഞ്ഞു, അതിൽ 50% എങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആദ്യ റാങ്കിലേക്ക് എത്താൻ പറ്റും. കാരണം അത്രമാത്രം സിസ്റ്റമാറ്റിക് ആണ് അതിന്റെ സ്റ്റഡി പ്ലാനുകൾ. നിങ്ങൾക്ക് ഓരോ ഫോൾഡറുകളും നിങ്ങൾക്കാക്കി തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ ഒരു 5% നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റും. അങ്ങനെ അത് മുഴുവൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലെവലിൽ അത് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അത്രയും കോൺഫിഡൻസോടുകൂടി നമ്മൾ പറയണമെങ്കിൽ അതിൽ എത്രമാത്രം ഹാർഡ് വർക്കും എത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും കണ്ടന്റുകൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കിയെങ്കിലും നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. ഈ ഒരു തവണ നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് ഈ 4 സ്ട്രാറ്റജികളിലൂടെ ഒരുപോലെ 14 സബ്ജക്ട്സും കംപ്ലീറ്റ് ചെയ്ത് ഞാൻ എക്സാം എഴുതും. അങ്ങനെ ഒരു ശരിയായ തീരുമാനം എടുത്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടുത്ത DME നഴ്സിംഗ് ഓഫീസർ പരീക്ഷയിൽ ആദ്യ റാങ്കിൽ ഞങ്ങൾ ഉറപ്പ് തരികയാണ്. ഉറപ്പായിട്ടും 14 സബ്ജക്ട്സും ഒരേ പ്രാധാന്യത്തോടു കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തിയറി നോട്ടും പ്രാക്ടീസ് ക്വസ്റ്റ്യനും യൂണിറ്റ് ടെസ്റ്റും മോഡൽ എക്സാമുകളും പ്രീവിയസ് എക്സാം ടോപ്പിക് വൈസ് ഉള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളും OMR എക്സാമും അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ഇപ്പോഴേ ചെയ്ത് പ്രിപ്പയർ ആയാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആദ്യ റാങ്കിൽ ഉണ്ടാവും. അതിൽ ഒരു ഡൗട്ടും വേണം. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ശരിയായ തീരുമാനം എടുക്കാൻ കഴിയട്ടെ. ശരിയായ തീരുമാനം എടുത്താൽ ഉറപ്പായിട്ടും എക്സാമിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാധ്യമായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. അത് ഇന്നും അടുത്ത ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കിലാണ് പഠിക്കാൻ പോകുന്നത്. ഏതൊരു നഴ്സസിനെ സംബന്ധിച്ചും വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് നഴ്സിനെ സംബന്ധിച്ച് അവരുടെ ഡെയിലി റൊട്ടീനിൽ വരുന്നതാണ് IV ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അല്ലെ, നിങ്ങളോട് പറയാണ് 2 പൈന്റ് NS ഇത്ര സമയം കൊണ്ട് അവർക്ക് കൊടുക്കണം. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഫ്ലോ റേറ്റ് ഡ്രോപ്സ് പെർ മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ഡ്രിപ്പ് സെറ്റ് ചെയ്യും. അല്ലെ, സോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ പമ്പ് അല്ലെങ്കിൽ ഒരു സിറിഞ്ച് പമ്പ് ഇത്ര ml per hour സെറ്റ് ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആ ഫോർമുല വെച്ച് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ സെറ്റ് ചെയ്യും. സോ ഓൾമോസ്റ്റ് എല്ലാവർക്കും നിങ്ങൾ ചെയ്യുന്നവരാണ്. എങ്കിലും ഇത് അത്രമാത്രം ഇമ്പോർട്ടന്റ് പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ നഴ്സിംഗ് കോമ്പറ്റീറ്റീവ് പരീക്ഷകളിലും എല്ലാ എക്സാമുകളിലും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഫ്ലോ റേറ്റ് കാൽക്കുലേഷൻ. IV ഫ്ലൂയിഡുകളുടെ അല്ലെങ്കിൽ IV ഇൻഫ്യൂഷൻസിന്റെ ഫ്ലോ റേറ്റ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഡ്രോപ്സ് പെർ മിനിറ്റ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ml per hour കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലോ റേറ്റ് കാൽക്കുലേഷൻ, അത് ഡ്രോപ്സ് പെർ മിനിറ്റിലും ml per hourലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഫോർമുലയും അതുമായി ബന്ധപ്പെട്ട ചില കൺവേർഷനുകളും ബന്ധപ്പെട്ട കേരള PSC MSc എൻട്രൻസ് ഉൾപ്പെടെയുള്ള ഒരു 12 പ്രീവിയസ് എക്സാം റീസെന്റ് എക്സാം ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്.
അതുപോലെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക്കാണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ ഡോസേജ് കാൽക്കുലേഷൻ. അല്ല, ഇത് രണ്ടും അടുപ്പിച്ച് വരുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യൻ എപ്പോഴും മാറി മാറി ചോദിക്കുന്നതാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡോസേജ് കാൽക്കുലേഷൻ ആയിരിക്കും. കഴിഞ്ഞ എക്സാമ്പിൾ എല്ലാം ഇതിലൊന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, കേരള PSC ഉൾപ്പെടെ അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്ലോ റേറ്റ് കാൽക്കുലേഷൻ ആണ്, അതിന്റെ ഫോർമുല, അതുമായി ബന്ധപ്പെട്ട കൺവേർഷനുകൾ, ദെൻ 12 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. സോ എല്ലാവരും ക്വസ്റ്റ്യൻസും ഫോർമുലയും അതുമായി എക്സാം പോയിന്റുകളും എല്ലാം നോട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. തിയറി പഠിച്ചാൽ ഉടൻ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് കൂടി വർക്ക്ഔട്ട് ചെയ്യും. സോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും എഴുതിയെടുത്ത് ഒരു തവണ ഒന്ന് ചെയ്ത് പഠിക്കാൻ വേണം. എല്ലാ സബ്ജക്ട്സിന്റെ ഓരോ ടോപ്പിക് ബൈ ടോപ്പിക്കായിട്ട് പഠിക്കാൻ. ആ ടോപ്പിക്കിന്റെ തിയറി പോയിന്റുകളെല്ലാം പഠിക്കുക. എന്നിട്ട് അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അത്രയും വർക്ക്ഔട്ട് ചെയ്യുക. ഇങ്ങനെ തന്നെ ഓരോ സബ്ജക്ട്സും 14 സബ്ജക്ട്സും പഠിച്ചു തീർക്കാം. എങ്കിൽ ഉറപ്പായിട്ടും ഗ്യാരണ്ടിയാണ് ജോലി. ഇങ്ങനെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാത്തത്. 14 സബ്ജക്ട്സും ഇതുപോലെ പഠിച്ചു പോകുന്ന എഴുതുന്ന ഒരാൾക്കും ജോലി കിട്ടാതിരിക്കുന്നില്ല. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. കുട്ടികളോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിട്ടിയ അപ്പോയിന്റ്മെന്റ് കിട്ടിയവരോട് ഒന്ന് ചോദിച്ചു നോക്കുക കേട്ടോ. സോ അവരെ മാതൃകയാക്കി തന്നെ പഠിക്കുക. അവരെങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. വെറുതെ തിയറി വായിച്ച് പഠിച്ചതാണോ എന്നുള്ളത് കൃത്യമായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അവരുടെ സബ്ജക്ട് ഫയലും പ്രാക്ടീസ് ക്വസ്റ്റിനും ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ക്വിക്ക് റിവിഷൻ പോയിന്റ്സ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക ക്ലാസ്സിലേക്ക്. അതിൽ ഇൻഫ്യൂഷന്റെ ഫോർമുലകളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. സോ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് രീതിയിൽ, ഒന്ന് ഡ്രോപ്സ് പെർ മിനിറ്റിലുമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ സിറിഞ്ച് പമ്പ്, ഇൻഫ്യൂഷൻ പമ്പ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ml per hour, ഒരു മണിക്കൂറിൽ എത്ര ml കൊടുക്കണം നമ്മൾ സെറ്റ് ചെയ്യും അല്ലെ. ഈ രണ്ട് രീതിയിലും കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫ്ലൂയിഡുകളുടെ IV ഇൻഫ്യൂഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രിപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കണക്ട് ചെയ്യുമ്പോൾ ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഡ്രോപ്സ് പെർ മിനിറ്റ് അല്ലെ. നമ്മൾ ഒരു മിനിറ്റ് ഇത്ര ഡ്രോപ്സ് വെച്ച് കൊടുക്കാനായിരിക്കും സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഡ്രോപ്സ് പെർ മിനിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഇൻ ml into ഡ്രോപ്പ് ഫാക്ടർ ഡിവൈഡഡ് ബൈ ടൈം ഇൻ മിനിറ്റ്സ് ആണ്. തെറ്റിപ്പോകരുത്. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് മിനിറ്റ് ml ആയിരിക്കണം, ടൈം എന്ന് പറയുന്നത് മിനിറ്റ്സിലായിരിക്കണം. മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് തരുന്നത് മണിക്കൂറിലായിരിക്കും. ഇത്ര മണിക്കൂർ കൊണ്ട് കൊടുത്ത് തീർക്കണം എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ തരിക. നിങ്ങൾ എന്ത് ചെയ്യണം? മണിക്കൂറിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണിക്കൂറിനെ മിനിറ്റ് ആയി കൺവേർട്ട് ചെയ്യും. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും അങ്ങനെ ആയിരിക്കും വരുന്നത് കേട്ടോ. മണിക്കൂറിലായിരിക്കും തരിക. അപ്പൊ അതിനെ നമ്മൾ മിനിറ്റിലാക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഡ്രോപ്പ് ഫാക്ടർ എന്താണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു കേരള PSC എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. നോക്കിയേ, ഡ്രോപ്സ് പെർ മിനിറ്റിന് പകരം അവിടെ മറ്റൊരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, GTT പെർ മിനിറ്റ്. വളരെ ഇമ്പോർട്ടന്റ് കേരള PSC ക്വസ്റ്റ്യൻ ആണ്. GTT എന്ന് പറഞ്ഞാൽ ലാറ്റിൻ വേർഡിൽ ഗട്ട എന്ന് ആണ് അതിന്റെ മീനിങ്. ഗട്ട, അത് ലാറ്റിൻ വേർഡാണ് കേട്ടോ. ഗട്ട, GUTTA, ഗട്ട. ഈ ഗട്ട എന്ന വേർഡിന്റെ അർത്ഥം ഡ്രോപ്സ് എന്നാണ്. ഡ്രോപ്സ്. അപ്പൊ GTT എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഡ്രോപ്സിന് പകരമാണ്. ഇതൊരു കേരള PSC എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. GTT എന്ന് പറഞ്ഞാൽ ഡ്രോപ്സ് ആണ്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ, കേരള PSC ക്വസ്റ്റ്യൻ ആണ്. GTT എന്ന് പറഞ്ഞാൽ ഗട്ട എന്ന വാക്ക് ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് ഡ്രോപ്സ് എന്നാണ്. കേരള PSCയുടെ തന്നെ എക്സാം ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാഫ് നേഴ്സിന്റെ. അപ്പൊ ഡ്രോപ്സ് മിനിറ്റ് അല്ലെങ്കിൽ GTT പെർ മിനിറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം, GTT വന്നാൽ അതിന്റെ അർത്ഥം ഡ്രോപ്സ് എന്നാണ്. GTT per minute is equal to total volume of fluid in ml into drop factor divided by time in minutes ആണ്. കിട്ടിയോ? ഇൻഫ്യൂഷൻ പമ്പ്, സിറിഞ്ച് പമ്പ് പോലുള്ള നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ml per hour-ലാണ് സെറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ ആ ഫ്ലോ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഇൻ ml ഡിവൈഡഡ് ബൈ ടൈം ഇൻ അവേഴ്സ് ആണ്. സോ ടോട്ടൽ വോളിയം ഇൻ ml ഡിവൈഡഡ് ബൈ ടൈം ഇൻ അവേഴ്സ്. സോ മണിക്കൂറിലാണ് അവിടെ തെറ്റിപ്പോരുത്. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചതിൽ ഡ്രോപ്സ് പെർ മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫോർമുല ടോട്ടൽ വോളിയം ഇൻ ml ഇൻടു ഡ്രോപ്പ് ഫാക്ടർ ഡിവൈഡഡ് ബൈ ടൈം ഇൻ മിനിറ്റ്സ് ആണെങ്കിൽ ഫ്ലോ റേറ്റ് ml per hour കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഇൻ ml ഡിവൈഡഡ് ബൈ ടൈം ഇൻ അവേഴ്സ് ആണ്. വേണമെങ്കിൽ ഇൻഫ്യൂഷൻ ടൈം കണ്ടുപിടിക്കാം. ഇൻഫ്യൂഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ടൈം ആണ് അല്ലെ. നേരെ തിരിച്ചു വന്നാൽ മതി. സോ ഈ സെയിം ഫോർമുലയിൽ തന്നെ ഈ ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ml per hour താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്യൂഷൻ ടൈം ആയി. ഇൻഫ്യൂഷൻ ടൈം ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ഇൻ ml ഡിവൈഡഡ് ബൈ ml per hour എടുത്താൽ മതി. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ 3 ഫോർമുല പഠിച്ചു. ഫ്ലോ റേറ്റ് ഡ്രോപ്സ് പെർ മിനിറ്റ് കണ്ടുപിടിക്കാനായിട്ട് GTT പെർ മിനിറ്റിൽ കണ്ടുപിടിക്കാൻ, അതുപോലെ ml per hour കണ്ടുപിടിക്കാൻ, അതുപോലെ ഇൻഫ്യൂഷൻ ടൈം കണ്ടുപിടിക്കാനുമുള്ള ഫോർമുലയാണ് പഠിച്ചത്. ഓക്കെ ആണ് ഇത് മൂന്നും? യെസ്. നമുക്കറിയേണ്ടത് എന്താണ് ഡ്രോപ്പ് ഫാക്ടർ.
നമ്മുടെ ഹോസ്പിറ്റൽ സപ്ലൈ കിട്ടുന്ന IV സെറ്റിന്റെ നമ്മൾ കവർ പരിശോധിച്ച് കഴിഞ്ഞാൽ, ആ ഡിസ്പോസിബിൾ ഇൻഫ്യൂഷൻ സെറ്റിന്റെ കവർ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പിക്ചർ നോക്കി, ഇതിന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, ഈ ഡ്രോപ്സ് ഈസ് ഈക്വൽ ടു 1 ml എന്നാണ് അല്ലെ. 20 ഡ്രോപ്സ് ഈസ് ഈക്വൽ ടു 1 ml എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ IV സെറ്റ് ഉപയോഗിച്ച് ഒരു ഫ്ലൂയിഡ് ഇൻഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ IV സെറ്റിലൂടെ 20 ഡ്രോപ്സ് കടന്നു പോയാൽ മാത്രമേ അത് 1 ml ആയിട്ട് മാറുകയുള്ളൂ. അപ്പൊ ആ IV സെറ്റിലൂടെ 20 ഡ്രോപ്സ് കടന്നു പോകണം 1 ml ആകാൻ. അതാണ് ആ IV സെറ്റിന്റെ ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ഡ്രോപ്സ് ഇറ്റ് ടേക്സ് ടു മേക്ക് 1 ml ഓഫ് ഫ്ലൂയിഡ്. ആ IV സെറ്റിലൂടെ എത്ര ഡ്രോപ്പ് കടന്നു പോകുമ്പോഴാണോ 1 ml ആകുന്നത്, ആണ് ആ IV സെറ്റിന്റെ ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് IV സെറ്റിനെ അനുസരിച്ച്, അതുപോലെ ഫ്ലൂയിഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ഒക്കെ ചേഞ്ച് വരും. അല്ല, നമുക്ക് ജനറൽ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചാൽ മതി. സോ IV സെറ്റുകൾ പ്രധാനമായിട്ടും 2 ടൈപ്പ് IV സെറ്റുകളുണ്ട്. മാക്രോ ഡ്രിപ്പ് സെറ്റുകളും മൈക്രോ ഡ്രിപ്പ് സെറ്റുകളും. മാക്രോ ഡ്രിപ്പ് സെറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സാധാരണ അഡൽറ്റിന് ഉപയോഗിക്കുന്ന IV സെറ്റുകളാണ്. അതായത് ഈ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഈ പിക്ചർ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. എയിംസ് നോട്ട് സെറ്റ് പോലുള്ള ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതൊക്കെ വരുന്നതാണ്. പീഡിയാട്രിക് IV സെറ്റ് അല്ലെങ്കിൽ മൈക്രോ ഡ്രിപ്പ് സെറ്റ്, മാക്രോ ഡ്രിപ്പ് സെറ്റ് ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സോ ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു കേട്ടോ. സോ മാക്രോ ഡ്രിപ്പ് സെറ്റ് ആണ് ഈ കൊടുക്കുന്ന അഡൽറ്റ് IV സെറ്റുകൾ. മാക്രോ ഡ്രിപ്പ് സെറ്റ് തന്നെ 3 ഡ്രോപ്പ് ഫാക്ടറികൾ വരുന്നുണ്ട്. അതായത് 10 ഡ്രോപ്സ് പെർ ml ഡ്രോപ്പ് ഫാക്ടർ ആയിട്ടുള്ള IV സെറ്റുകളുണ്ട്. അതുപോലെ 15 ഡ്രോപ്സ് പെർ ml, അതായത് നമ്മൾ നോർമലി അതാണല്ലേ 15 ഡ്രോപ്സ് പെർ ml ആണ് നോർമലി നമ്മൾ ഡ്രോപ്പ് ഫാക്ടർ ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ 20 ഡ്രോപ്സ് പെർ ml ഡ്രോപ്പ് ഫാക്ടർ ആയിട്ട് വരുന്ന IV സെറ്റുകളുണ്ട്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ ഹോസ്പിറ്റൽ സപ്ലൈ ഇപ്പൊ കിട്ടുന്ന പലതും IV സെറ്റിന്റെ മുകളിൽ 20 ഡ്രോപ്സ് ഈസ് ഈക്വൽ ടു 1 ml എന്നാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പല IV സെറ്റുകളും 20 ഡ്രോപ്പ് ഫാക്ടർ ആയിട്ടുള്ള IV സെറ്റുകൾ. പക്ഷെ നമ്മൾ ഇപ്പോഴും പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് 15 ഡ്രോപ്പ് ഫാക്ടർ ഇട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അല്ലെ. ഡ്രോപ്പ് ഫാക്ടർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ IV സെറ്റിന്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും, പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും എത്ര ml അതിലൂടെ എത്ര ഡ്രോപ്സ് കടന്നു പോകുമ്പോഴാണ് 1 ml ആകുന്നത്. അതാണ് ആ IV സെറ്റിന്റെ ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ അത് ഓരോന്നിനും വ്യത്യാസമുണ്ട്. അപ്പൊ അഡൽറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മാക്രോ ഡ്രിപ്പ് സെറ്റുകളാണ്. അതിൽ വരുന്ന നോർമലി വരുന്ന ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 10, ഇനി 12 വരാറുണ്ട്, 15, 20 ഡ്രോപ്സ് പെർ ml ആണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് അതിന്റെ ഡ്രോപ്പ് ഫാക്ടർ തന്നിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ 90% ക്വസ്റ്റ്യനിലും ഡ്രോപ്പ് ഫാക്ടർ തന്നിട്ടുണ്ടാവും. ഇൻ കേസ് ഡ്രോപ്പ് ഫാക്ടർ തന്നിട്ടില്ല എങ്കിൽ അഡൽറ്റ് ഡ്രിപ്പ് സെറ്റ് ആണെങ്കിൽ നമ്മൾ നോർമലി പ്രോബ്ലം ചെയ്യാനായിട്ട് എടുക്കുന്നത് 15 ഡ്രോപ്സ് പെർ ml ആണ്. ഈ ഡ്രോപ്പ് ഫാക്ടർ ആക്കിക്കൊണ്ടാണ് നമ്മൾ നോർമലി പ്രോബ്ലം ചെയ്യുന്നത്. ഇനി 2 ഡ്രിപ്പ് സെറ്റുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ IV സെറ്റുകൾ എന്ന് പറയുന്നത് മൈക്രോ ഡ്രിപ്പ് സെറ്റുകളാണ്. മൈക്രോ ഡ്രിപ്പ് സെറ്റുകൾ അല്ലെങ്കിൽ പീഡിയാട്രിക് സെറ്റുകൾ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ബ്യൂററ്റ് സെറ്റ്. ഈ ബ്യൂററ്റ് സെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഇടയ്ക്ക് ഒരു എയിംസിന്റെ എക്സാമിന് ക്വസ്റ്റ്യനിൽ ബ്യൂററ്റ് സെറ്റ് എന്നാണ് തന്നിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ അറിയണം ബ്യൂററ്റ് സെറ്റിന്റെ ഡ്രോപ്പ് ഫാക്ടർ എന്താണെന്നുള്ളത്. ഇപ്പൊ മൈക്രോ ഡ്രിപ്പ് സെറ്റ് അല്ലെങ്കിൽ പീഡിയാട്രിക് സെറ്റ് അല്ലെങ്കിൽ ബ്യൂററ്റ് സെറ്റിന്റെ ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 60 ഡ്രോപ്സ് പെർ ml ആണ്. കണ്ടോ, 60 ഡ്രോപ്സ് പെർ ml ആണ്. അതുകൊണ്ട് തന്നെ പീഡിയാട്രിക് ഡ്രിപ്പ് സെറ്റ് അല്ലെങ്കിൽ ബ്യൂററ്റ് സെറ്റ് അല്ലെങ്കിൽ മൈക്രോ ഡ്രിപ്പ് സെറ്റിന്റെ ഡ്രോപ്പ് ഫാക്ടർ നമ്മൾ എടുക്കേണ്ടത് 60 ആണ്. ക്ലിയർ ആണോ? എയിംസിന് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പീഡിയാട്രിക് ഡ്രിപ്പ് സെറ്റ് അല്ലെങ്കിൽ മൈക്രോ ഡ്രിപ്പ് സെറ്റ്. കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ പീഡിയാട്രിക്സിൽ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന IV സെറ്റുകളാണ് പീഡിയാട്രിക് ഡ്രിപ്പ് സെറ്റുകൾ അല്ലെങ്കിൽ മൈക്രോ ഡ്രിപ്പ് സെറ്റുകൾ എന്ന് പറയുന്നത്. ഇത് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സോ ക്ലിയർ ആയിട്ട് എല്ലാവരും മനസ്സിലാക്കി വെക്കുക കേട്ടോ. എയിംസൊക്കെ എക്സാം എഴുതുന്നവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ചില കൺവേർഷനുകളാണ്. നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ പഠിക്കും, ധാരാളം ഫണ്ടമെന്റൽസ് ഓഫ് നേഴ്സിംഗ്, ധാരാളം കൺവേർഷൻസ് നമ്മൾ പഠിക്കാറുണ്ട് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. ഈ ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ ബന്ധപ്പെട്ട വളരെ കുറച്ച് കൺവേർഷൻ ഫോർമുലകൾ എക്സാമിന് ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യനുകൾ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 പൈന്റ്. 1 പൈന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 പൈന്റ് NS, 2 പൈന്റ് D5, 3 പൈന്റ് DNS എന്നൊക്കെ പറയും. സോ 1 പൈന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 500 ml എന്നാണ്. 1 പൈന്റ് എന്ന് പറഞ്ഞാൽ 500 ml എന്നാണ്. അതായത് 2 പൈന്റ് എന്ന് പറഞ്ഞാൽ 1000 ml ആണ്. 500 into 2. 3 പൈന്റ് എന്ന് പറഞ്ഞാലോ, ഒരു 3 പൈന്റ് D5 ആണെന്ന് പറഞ്ഞാലോ, 3 പൈന്റ് എന്ന് 1 പൈന്റ് എന്ന് പറഞ്ഞാൽ 500 ml ആണ്. 3 പൈന്റ് എന്ന് പറഞ്ഞാൽ 3 into 500, ദാറ്റ് ഈസ് 1500 ml അല്ലെങ്കിൽ 1.5 ലിറ്റർ ആണ്. ഇനി 4 പൈന്റ് എന്ന് പറഞ്ഞാലോ,
4 ഗുണം 500 ദാറ്റ് ഈസ് 2000 ml ആണ്. കിട്ടിയോ? അടുത്ത 1 ലിറ്റർ എന്ന് പറഞ്ഞാലോ 1000 ml ആണ്, 1000 ml ആണ് അല്ലെ. അതുപോലെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് കേരള PSC ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. 1 GPP. 1 GPP എന്ന് പറഞ്ഞാൽ GPP ഘട്ട എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് ആണ്. മീനിങ് ഡ്രോപ്സ് ആണ്. സോ 1 GPP is equal to 1 ഡ്രോപ്സ് എന്നാണ്. 1 GPP is equal to 1 ഡ്രോപ്സ്. കേരള PSC ക്വസ്റ്റ്യൻ ആണ്. കേരള PSC ക്വസ്റ്റ്യൻ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ 1 ഔൺസ്. 1 ഔൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 30 ml ആണ്. കഴിഞ്ഞ കേരള PSC എക്സാം ക്വസ്റ്റ്യൻ 1 ഔൺസ് ഈസ് ഈക്വൽ ടു 30 ml. കഴിഞ്ഞ കേരള PSC എക്സാം ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. അതുപോലെ തന്നെ 1 gallon. 1 gallon എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 4 ലിറ്റർ എന്നാണ്. 3800 ml ഒക്കെ വരുള്ളൂ. സോ ഓൾമോസ്റ്റ് റൗണ്ടിൽ നമ്മൾ 4 ലിറ്റർ എന്ന് പറയും. ഇനി അടുത്തതാണ് വളരെ 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 ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യനുകളാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. 1 ടീസ്പൂൺ ആൻഡ് 1 ടേബിൾ സ്പൂൺ. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 TSP, നമ്മൾ സാധാ ടീസ്പൂൺ. 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ml ആണ്. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. 1 ടീസ്പൂൺ ഈസ് ഈക്വൽ ടു 5 ml. എന്നാൽ 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാലോ 1 ടേബിൾ ടു TBSP ആണ്. അതിന്റെ ഷോർട്ട് ഫോം ഉൾപ്പെടെ പഠിച്ചു വയ്ക്കുന്ന അബ്രിവേഷൻ. 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 1 TSP ആണ്, അത് 5 ml. 1 ടേബിൾ സ്പൂൺ 1 TBSP ഈസ് ഈക്വൽ ടു 15 ml ആണ്. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇതുമായി റിലേറ്റ് ചെയ്തത് ഒരു 3-4 പ്രീവിയസ് എക്സാം കോമ്പറ്റേറ്റീവ് എക്സാം ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. 1 ടേബിൾ സ്പൂൺ ഈസ് ഈക്വൽ ടു 1 TBS ഈസ് ഈക്വൽ ടു ഡാഷ് ടീസ്പൂൺ. 1 TBSP ടേബിൾ സ്പൂൺ ഈസ് ഈക്വൽ ടു ഡാഷ് ടീസ്പൂൺ. എത്രയാണ്? എത്രയാ? നമുക്കറിയാം 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 15 ml ആണ്. എന്നാൽ 1 ടീസ്പൂൺ എന്ന് പറയുന്നതോ 5 ml ആണ് അല്ലെ. 5 ml ആണ്. 5 ml ആണ്. അപ്പൊ 1 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ ആകണമെങ്കിൽ എത്ര ടീസ്പൂൺ ചേരണം? 5 ml ഉള്ളൂ ടീസ്പൂൺ. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 15 ml ആണ്. സോ 5 ഗുണം 3 എടുത്താലേ 15 ആകുള്ളൂ. സോ 3 ടീസ്പൂൺ ചേരുന്നതാണ് 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. 3 ടീസ്പൂൺ ചേരുന്നതാണ് 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. കിട്ടിയോ? യെസ്. ചോദ്യം അങ്ങനെയാണെങ്കിൽ 75 ml is equal to dash ടേബിൾ സ്പൂൺ TBSP. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 75 ml is equal to dash TBSP അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ. എത്രയായിരിക്കും? 1 TBSP 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 15 ml ആണ് അല്ലെ. 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 15 ml ആണ്. 75 ml. അപ്പൊ എത്ര ടേബിൾ സ്പൂൺ ഉണ്ടാകും? 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 15 ml ആണ്. ഇവിടെ നമുക്ക് 75 ml ആണ്. അപ്പൊ 75 ml എത്ര 15 ഉണ്ട്? യെസ്, അത് കണ്ടുപിടിക്കാൻ 75 ഡിവൈഡഡ് ബൈ 15 എടുത്താൽ മതി അല്ലെ. 15 എടുത്താൽ മതി. ദാറ്റ് ഈസ് 5 ആണ് അല്ലെ. 5 ഗുണം 15 ആണ് 75. സോ 5 ടേബിൾ സ്പൂൺ ചേരുന്നതാണ് 75 ml എന്ന് പറയുന്നത്. കാരണം 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 15 ml ആണ്. അപ്പൊ 5 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നതാണ് 75 ml. കിട്ടിയോ? ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ 75 ml ഈസ് ഈക്വൽ ടു ഡാഷ് ടീസ്പൂൺ. 75 ml എത്ര ടീസ്പൂൺ ആയിരിക്കും? 1 ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ml ആണ്. 5 ml ആണ്. അങ്ങനെയാണെങ്കിൽ 75 ml എന്ന് പറയുന്നത് എത്ര ടീസ്പൂൺ ആയിരിക്കും? 75 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 15 ടീസ്പൂൺ ചേരുന്നതാണ് 75 ml എന്ന് പറയുന്നത്. കിട്ടിയോ? ഇത്രയും കോമ്പറ്റേറ്റീവ് എക്സാം ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ 1 ടീസ്പൂൺ ഈസ് ഈക്വൽ ടു 5 ml ആണ്. 1 ടേബിൾ സ്പൂൺ ഈസ് ഈക്വൽ ടു 15 ml ആണ്. അങ്ങനെയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 3 ടീസ്പൂണുകൾ ചേർന്നതാണ്. അതുകൊണ്ട് 75 ml ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് ടീസ്പൂണും ചോദിക്കാം, ടേബിൾ സ്പൂണും ചോദിക്കാം. ഇനി അടുത്തൊരു പ്രീവിയസ് എക്സാം 3GPയുടെ സ്റ്റാഫ് നേഴ്സ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. 1 ടീസ്പൂൺ ഈസ് ഈക്വൽ ടു ഡാഷ് ഡ്രോപ്സ്. 1 ടീസ്പൂൺ ഈസ് ഈക്വൽ ടു ഡാഷ് ഡ്രോപ്സ്. എത്ര ഡ്രോപ്സ് ചേരുന്നതാണ് 1 ടീസ്പൂൺ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്കറിയാം 1 ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ml ചേർന്നതാണ് അല്ലെ.
1 ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ml ചേർന്നതാണ്. നോർമലി 1 ml എന്ന് പറഞ്ഞത് എത്ര ഡ്രോപ്സ് ആണ്? 1 ml നമ്മൾ എത്ര ഡ്രോപ്പ് ആയിട്ട് എടുക്കുന്നത്? 15 ഡ്രോപ്സ് ആണ് അല്ലെ? 1 ml എന്ന് പറയുന്നത് 15 ഡ്രോപ്സ് ആണ്. നോർമലി നമ്മൾ ഡ്രോപ്പ് ഫാക്ടർ എടുക്കുന്ന 15 ആണ്. സോ 1 ml എന്ന് പറയുന്നത് 20 ഡ്രോപ്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ml ആണ്. 1 ടീസ്പൂണിൽ 5 ഗുണം 15 ഡ്രോപ്സ് അടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം. 1 ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ml ആണ്. 1 ml എന്ന് പറയുന്നത് നമ്മൾ നോർമലി എടുക്കുന്ന 15 ഡ്രോപ്സ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ 1 ടീസ്പൂണിൽ 5 ഗുണം 15 ഡ്രോപ്സ് ഉണ്ടാകും. ദാറ്റ് ഈസ് 5 ഗുണം 15 എന്ന് പറഞ്ഞാൽ 75 ഡ്രോപ്സ്. ആൻസർ എന്ന് പറയുന്നത് 75. ഇതെല്ലാം പ്രീവിയസ് എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു കുഞ്ഞു ടോപ്പിക്കിൽ എന്താണ് എത്ര ക്വസ്റ്റ്യൻ വന്നു നോക്കിയേ. ഈ ഒരു കുഞ്ഞു നിങ്ങൾ എല്ലാവരും സാധാരണ ചെയ്യുന്നത് എന്താ? ഒരു ഫോർമുല പഠിക്കും, ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യും അല്ലെ? പക്ഷെ ഈ ഒരു ഇതിനകത്ത് എത്ര കോമ്പറ്റേറ്റീവ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കി. പഠിക്കേണ്ടത് ഓരോ ടോപ്പിക്ക് അതിന്റെ ബേസിക് ക്വസ്റ്റ്യൻകൾ എല്ലാം പഠിക്കുക. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ ആണോ? നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇനി റീസെന്റ് ആയിട്ടുള്ള കേരള PSC MSc എൻട്രൻസ് ഉൾപ്പെടെയുള്ള 12 എക്സാമുകളിൽ ചോദിച്ചുള്ള 12 ചോദ്യങ്ങളാണ് ഇനി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്ത് ആൻസർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ രാജൻ 50 years is ordered IV dextrosaline 2500 ml in 24 hours. Calculate the rate of flow. കേരള PSC സ്റ്റാഫ് നേഴ്സ് എക്സാം 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 25 ഡ്രോപ്സ്, ഓപ്ഷൻ ഡി 20 ഡ്രോപ്സ്, ഓപ്ഷൻ സി 23 ഡ്രോപ്സ്, ഓപ്ഷൻ ഡി 18 ഡ്രോപ്സ്. സോ ഞാൻ ആദ്യം തന്നെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുകയാണ്. ഞാൻ ആദ്യം എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം എടുത്തെഴുതി ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകും. ഓക്കെ അല്ലേ? തന്നിരിക്കുന്നത് എന്തൊക്കെയാ? ടോട്ടൽ ഫ്ലൂയിഡ് വോളിയം തന്നിട്ടുണ്ട്. ടോട്ടൽ വോളിയം ഓഫ് ഫ്ലൂയിഡ് എത്രയാണ്? 2400 ml. ടൈം തന്നിട്ടുണ്ട് അല്ലെ? ടോട്ടൽ ടൈം TT. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 24 hours ആണ്. 24 hours ആണ്. നമുക്കറിയാം 24 hours എടുക്കാൻ പാടില്ല. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ഇൻ മിനിറ്റ്സ് ആയിരിക്കണം. സോ 24 hours മിനിറ്റ്സ് ആക്കാൻ ഞാൻ 60 കൊണ്ട് ഗുണിച്ചു. അതിനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുന്നു വേണ്ട, കാരണം നമുക്കിത് അടുത്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും ഫോർമുലയിൽ തന്നെ. ഡ്രോപ്പ് ഫാക്ടറോ? ഡ്രോപ്പ് ഫാക്ടർ DF. ഡ്രോപ്പ് ഫാക്ടർ ഇവിടെ തന്നിട്ടില്ല അല്ലെ? സോ നോർമലി നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഡ്രോപ്പ് ഫാക്ടർ നമ്മൾ എടുക്കേണ്ടത് 15 ഡ്രോപ്സ് പെർ ml. ക്ലിയർ ആണോ? ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഫ്ലോ റേറ്റ് ഡ്രോപ്സ് പെർ ml is equal to total volume of fluid in ml into drop factor divided by total time. ക്ലിയർ അല്ലേ? സോ ടോട്ടൽ വോളിയം ഇൻ ml എന്ന് പറയുന്നത് 2400 ml ആണ്. ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 15 ആണ്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 24 × 60 ആണ്. ഇനി സിംപ്ലിഫൈ ചെയ്താൽ നമ്മൾ ആൻസറിലേക്ക് എത്തും. സോ 15ഉം 60ഉം കൂടി ക്യാൻസൽ ചെയ്താൽ 4 തവണ. 24ഉം 24 ക്യാൻസൽ ചെയ്താൽ 1. സോ 2 0 100. സോ 100 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് 25 ഡ്രോപ്സ് പെർ മിനിറ്റ് എന്ന് ആൻസർ കിട്ടും. എല്ലാവർക്കും കിട്ടിയോ? ടോട്ടൽ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. ടൈം 24 hours തന്നിട്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത മിനിറ്റ്സിലേക്ക് മാറും. ഡ്രോപ്പ് ഫാക്ടർ തന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ 15 ആണ് എടുക്കേണ്ടത്. സോ ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കൽ ഫോർമുല ഡ്രോപ്സ് പെർ ml അല്ലെങ്കിൽ GTT per ml is equal to, സോറി GTT per ml അല്ല, ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ്. സോറി, ഡ്രോപ്സ് പെർ മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ഇൻ ml ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻ മിനിറ്റ്സ് ആണ്. സോ 2400 × 15 24 × 60 എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 25 ഡ്രോപ്സ് പെർ മിനിറ്റ് എന്ന് കിട്ടും. ക്ലിയർ ആണോ? സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 25 ഡ്രോപ്സ് പെർ മിനിറ്റ്. കിട്ടിയ എല്ലാവർക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരള PSC 2019 സ്റ്റാഫ് നേഴ്സ് എക്സാം ചോദ്യമാണ് കേട്ടോ. യെസ്. രണ്ടാമത്തെ ചോദ്യം. Nurse is preparing to administer an IV infusion of 1000 ml of normal saline over 8 hours. The drop factor of the IV tubing is 15 drops per ml. Drops per minute should the nurse set the IV pump to deliver. കേരള MSc Nursing Entrance Exam question ആണ്. 23 drops per minute,
31 drops per minute, 28 drops per minute, 20 drops per minute. ഞാൻ ആദ്യം തന്നെ തന്ന കാര്യങ്ങൾ എടുത്തെഴുതുകയാണ്. ടോട്ടൽ വോളിയം ഓഫ് ഫ്ലൂയിഡ് ടി വി ഈസ് ഈക്വൽ ടു 1000 ml. ഇനി ടൈം എത്രയാണ്? ടോട്ടൽ ടൈം 8 hours. സോ 8 hours മിനിറ്റിലേക്ക് പറഞ്ഞാൽ 8 into 60 minutes. ഡ്രോപ്പ് ഫാക്ടർ നമുക്ക് തന്നിട്ടുണ്ട് 15 drops per ml തന്നെ തന്നിട്ടുണ്ട്. ഡ്രോപ്പ് ഫാക്ടർ ഈസ് ഈക്വൽ ടു 15 drops per ml. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? യെസ്. ഫോർമുല എന്ന് പറയുന്നത് ഫ്ലോ റേറ്റ് ഡ്രോപ്സ് പെർ മിനിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 1000 ml ആണ്. ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 15 ആണ്. ഡിവൈഡഡ് ബൈ 8 into 60 ആണ് ടോട്ടൽ ടൈം. 15 60 ക്യാൻസൽ ആകും. 4 തവണ. അത് 8/1000. 1000 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര വരും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 500, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 250, 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 125. 125 ഡിവൈഡഡ് ബൈ 4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 125 ഡിവൈഡഡ് ബൈ 4, 3 4 12, 0 പിന്നെ 5 എടുത്തു, 1 4 4. സോ സിസ്റ്റം 1 വരും. ഒരു പോയിന്റ് കൊടുക്കും, ഇവിടെ 10 വരും. 2 4 8. വീണ്ടും 2 സിസ്റ്റം വരും, 0 കൊടുക്കുന്നു. 20 എത്രയാണ്? 5 4 20. സോ ആൻസർ എന്ന് പറയുന്നത് 31.25 ഡ്രോപ്സ് പെർ മിനിറ്റ്. 31.25 ആണ് ആൻസർ. നമുക്കറിയാം ഇവിടെ നമുക്ക് 31.25 ഒന്നുമില്ല. 31.5 താഴെ ആയതുകൊണ്ട് തന്നെ നമുക്ക് 31 ഇട്ടാൽ മതി. സോ ആൻസർ എന്ന് പറയുന്നത് 31 ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിയോ? സിമ്പിൾ അല്ലേ? 31.25 ആണ് കിട്ടുക. സോ 31.5 താഴെ ആയതുകൊണ്ട് നമ്മൾ 31 എടുക്കുള്ളൂ. സോ 31 ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. മൂന്നാമത്തെ ചോദ്യം. Mr. X is to be administered with 200 ml of normal saline per hour using an adult infusion set. How much should be the drop rate? ബ്രാക്കറ്റിൽ 1 ml is equal to 20 drops. അതായത് ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 20 ആണ്. അതാണ് 1 ml is equal to 20 drops തന്നിരിക്കുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ ഹരിയാന 2022 എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 67 drops per minute. ഓപ്ഷൻ ബി 70 drops per minute. ഓപ്ഷൻ സി 73 drops per minute. ഓപ്ഷൻ ഡി 75 drops per minute. ഇവിടെ ഞാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതുകയാണ്. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 200 ml ആണ് അല്ലെ? 200 ml. ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ടൈം 200 ml ഓഫ് നോർമൽ പെർ അവർ ആണ്. ദാറ്റ് ഇസ് 1 hour ആണ്. സോ 1 hour എന്ന് പറയുന്നത് 60 minutes ആണ്. Then how much should be the drop rate? പിന്നെ ഡ്രോപ്പ് ഫാക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 20 ആണ്. ഡ്രോപ്സ് പെർ ml. ക്ലിയർ? ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഫ്ലോ റേറ്റ് ഡ്രോപ്പ് റേറ്റ് ഈസ് ഈക്വൽ ടു ഡ്രോപ്സ് പെർ മിനിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ വോളിയം 200 ml ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ 20 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 60 ആണ്. ഡൗട്ട് ഇല്ലല്ലോ? 20 60 കൂടെ ക്യാൻസൽ ആകും 3 തവണ. 200/3 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും 200 ഡിവൈഡഡ് ബൈ 3. 6 3 18. 2 സിസ്റ്റം 20. 6 3 18. 2 സിസ്റ്റം ഒരു പോയിന്റ് കൊടുക്കുമ്പോൾ 0. വീണ്ടും 6 3 18. വീണ്ടും 2 സിസ്റ്റം. സോ 6 6 6 എന്ന് പോകും. ദാറ്റ് ഇസ് 66.666 എന്ന് പറഞ്ഞ് നീണ്ടു പൊക്കോളും. അപ്പൊ നമുക്ക് റൗണ്ട് ചെയ്ത് 66.67 66.67 എന്ന് എടുക്കാം. സോ 66.67 എന്ന് പറയുന്ന ആൻസർ ഇതിനകത്തില്ല. പക്ഷേ 66.5 മുകളിലാണ് 66.67 എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്ത ഇതിലേക്ക് റൗണ്ട് ചെയ്തെടുക്കാം. 67 ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ് ആൻസർ. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ ആണോ? യെസ്. നമുക്ക് അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ 2 ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ആദ്യത്തെ വീഡിയോ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് ഓഡിയോ ആയി പോയിരിക്കുന്നത്.
അതുകൊണ്ടാണ് രണ്ടായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. സോ രണ്ട് ഡയഗ്രം കാണാൻ പറ്റും. നാലാമത്തെ ചോദ്യം. Patient is receiving parenteral therapy. Then IV orders are 400 ml D5 water to run over 8 hours. What rate should the nurse maintain the infusion? BHU nursing officer 2019 എക്സാം ചോദ്യമാണ്. 40 ml per hour, 60 ml per hour, 80 ml per hour, 50 ml per hour. സോ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ml per hourലാണ് തന്നിരിക്കുന്നത് അല്ലെ. സോ ശ്രദ്ധിച്ചോളണം. സോ ഞാൻ ആദ്യം തന്നിരിക്കുന്ന കാര്യം ടോട്ടൽ വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് 400 ml ആണ്. ദെൻ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ടൈം 8 hours ആണ്. പിന്നെ ഇവിടെ ഡ്രോപ്പ് ഫാക്ടർ ഒന്നും വേണ്ട അല്ലെ, കാരണം ഇവിടെ ml per hour ആണ്. ഇവിടെ വേണമെങ്കിൽ 60 എടുക്കണോ? വേണ്ട, 60 എടുക്കേണ്ട, കാരണം ഇവിടെ നമുക്ക് ml per hourലാണ് വേണ്ടത്. ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ സോറി ml per hour is equal to ടോട്ടൽ വോളിയം ഇൻ ml ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻ അവേഴ്സ് ആണ് അല്ലെ. ടോട്ടൽ ടൈം ഇൻ അവേഴ്സ്. സോ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 400 ml ആണ്, ഡിവൈഡഡ് ബൈ 8 hours. സോ 40 എന്ന് പറയുന്നത് 8 ഗുണം 5 ആണ് 40. സോ 50. സോ 50 ml per hour ആണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. കിട്ടിയോ എല്ലാവർക്കും? ഇതൊന്ന് ശ്രദ്ധിച്ചോണം. ml per hourലാണ് ആൻസർ. സോ ഡ്രോപ്പ് ഫാക്ടറിന്റെ ഒന്നും ആവശ്യമില്ല, മണിക്കൂറിലിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം. Dina 18 months old is to receive 5% dextrose and Ringer lactate 1000 ml IV in 24 hours. The drop flow of the mini dropper is 60 drops per ml. The nurse should regulate the IV to run again. RHPC Najaf Garg staff nurse 2007 exam question ആണ്. Option A 24 drops per minute, 88 drops per minute. Option C 42 drops per minute. Option D 21 drops per minute. സോ സെയിം തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ചെയ്യണം. പക്ഷെ ഒരു കാര്യം ഇവിടെ ഇവിടെ മിനി ഡ്രോപ്പർ ആണ് യൂസ് ചെയ്തത്. മിനി ഡ്രോപ്പറിന്റെ ഡ്രോപ്പ് ഫാക്ടർ 60 ഡ്രോപ്സ് പെർ ml ആണ്. ഇപ്പോൾ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഞാൻ ആദ്യം എടുത്തെഴുതുന്നു, ദാറ്റ് ഈസ് 1000 ml. ദെൻ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 24 hours ആണ് അല്ലെ. 24 hours ആകുമ്പോൾ ഇൻറ്റു 60 എടുക്കണം മിനിറ്റ്സ് ആക്കാനായിട്ട്. ദെൻ ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 60 ഡ്രോപ്സ് പെർ ml. സോ ഇത് നമ്മൾ ഫ്ലോറേറ്റ് കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി. ഡ്രോപ്സ് പെർ മിനിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻ മിനിറ്റ്സ്. സോ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 1000 ആണ്, ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 60 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 24 ഇൻറ്റു 60 ആണ്. ഡൗട്ട് ഇല്ലല്ലോ? സോ 60 ക്യാൻസൽ ആയിട്ടു. ഇനി നോക്കിയേ, 4 കൊണ്ട് ഡിവൈഡ് അല്ലെ. 6 ഗുണം 4 ആണ് 24. 250 ഗുണം 4 ആണ് 250 ഗുണം 4 ആണ് 1000 എന്ന് പറഞ്ഞു. ഇനി വീണ്ടും 2 ഡിവൈഡ് ചെയ്യാം. 125 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. സോ 125 ഡിവൈഡഡ് ബൈ 3. 125 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 3 12, 1 ശിഷ്ടം സോറി 0 വരും. സോ 5 താഴെ ഇട്ടു, 1 3 3. ദെൻ അടുത്ത് 2 ശിഷ്ടം വരും. ഞാനൊരു പോയിന്റ് കൊടുക്കുമ്പോൾ ഇവിടെ 20 എന്നാകും. സോ 6 3 18, വീണ്ടും 2 ശിഷ്ടം, വീണ്ടും 20 ആകും. സോ 6 6 6 6 എന്ന് പോകും. 41.6666 എന്ന് പോകും. സോ 41.67 എന്ന് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. ഇവിടെ 41 ഒന്നുമില്ല, പക്ഷെ 41.66 ആയതുകൊണ്ട് 41.5 മുകളിലായതുകൊണ്ട് നമുക്ക് റൗണ്ട് ചെയ്ത് 42 ഡ്രോപ്സ് പെർ മിനിറ്റ് എന്ന് കിട്ടും. 42 ഡ്രോപ്സ് പെർ മിനിറ്റ്. സിമ്പിൾ ആണോ? ക്ലിയർ ആയോ ഇപ്പൊ എല്ലാവർക്കും എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്നുള്ളത്? ഓക്കെ ആണോ? യെസ്. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. ചൈൽഡ് ഹാസ് ആൻ IV of 500 ml of 5% dextrose in 0.9% normal saline ordered to infuse over 8 hours. The nurse should set the micro drip regulator to infuse at a rate of how many drops per minute? AIMS Jodhpur Nursing Tutor 2022 എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഡ്രോപ്സ് പെർ മിനിറ്റ് ഓപ്ഷൻ 12, ഓപ്ഷൻ ബി 31, ഓപ്ഷൻ സി 63, ഓപ്ഷൻ ഡി 125. വീണ്ടും ഞാൻ തന്ന കാര്യങ്ങൾ ആദ്യമേ തന്നെ എടുത്തിരുന്നു. ടോട്ടൽ വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് 500 ml ആണ്. ദെൻ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ടൈം 8 hours ആണ്. 8 hours ആയതുകൊണ്ട് തന്നെ 60 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം മിനിറ്റ്സ് ആക്കാനായിട്ട്. ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ മൈക്രോ ഡ്രിപ്പ് സെറ്റ് ആണ്. മൈക്രോ ഡ്രിപ്പ് സെറ്റ് ആയതുകൊണ്ട് തന്നെ ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 60 ഡ്രോപ്സ് പെർ ml ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ ഡ്രോപ്സ് പെർ മിനിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ഓഫ് ഫ്ലൂയിഡ്. ഞാൻ ഇനി ഫോർമുല ഒന്നും എഴുതുന്നില്ല. ടോട്ടൽ വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്
500 ആണ്. ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 60 ഡ്രോപ്സ് പെർ ml ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 8 × 60 ആണ്. ഡൗട്ട് ഇല്ലല്ലോ ആർക്കും? ഇത്രയും കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്തി. 60 ക്യാൻസൽ ആയിട്ട് പോകും. 500 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 250 ആയിട്ട് മാറും. ഇവിടെ 4. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 125. ഇവിടെ വീണ്ടും 2. സോ 125 ഡിവൈഡഡ് ബൈ 2. 125 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 125 ഡിവൈഡ് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ ചെയ്ത് തന്നെ കാണിച്ചു തരാം. 6 2 12 0 ശിഷ്ടം 5 2 2 4 1 ശിഷ്ടം. സോ പോയിന്റ് ഇടുമ്പോൾ 0 വരും. 5 2 10. സോ 62.5 എന്ന് കിട്ടും അല്ലെ? 62.5. സോ 62.5 ആണ്. സോ 62.5 ആയതുകൊണ്ട് തന്നെ 63 ആയിട്ട് നമുക്ക് റൗണ്ട് ചെയ്യാം. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 63 ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. കിട്ടുന്നുണ്ട് എല്ലാവർക്കും? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം, 7ാമത്തെ ചോദ്യം. എ പേഷ്യന്റ് ഈസ് ടു റിസീവ് 2 pints of IV fluid in 6 hours. The drop factor is 15 drops per ml. Approximately how many drops per minute should the flow rate be set? Ames Partner Nursing Officer 2020 എക്സാം ക്വസ്റ്റ്യൻ ആണ്. 42 drops per minute, 21 drops per minute, 55 drops per minute and 33 drops per minute. എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ വോളിയം ഓഫ് ഫ്ലൂയിഡ് കൃത്യമായിട്ട് നോട്ട്. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമുണ്ട്. ഇവിടെ തന്നിരിക്കുന്നതാണ് ടോട്ടൽ വോളിയത്തില് 2 pint എന്നാണ് അല്ലെ? 2 pint എന്നാണ്. നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട് 1 pint എന്ന് പറഞ്ഞാൽ 500 ml എന്നാണ്. അങ്ങനെ 2 pint എന്ന് പറഞ്ഞാലോ 1000 ml. 1000 ml. 2 pint എന്ന് പറഞ്ഞാൽ 1000 ml. ഇനി ടൈം ഓഫ് ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു 6 hours ആണ്. 6 hours എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിറ്റിലേക്ക് മാറ്റണം. 6 × 60 മിനിറ്റ് ആണ്. ഇനി ഡ്രോപ്പ് ഫാക്ടർ 15 ഡ്രോപ്സ് പെർ ml തന്നിട്ടുണ്ട്. ഡ്രോപ്സ് പെർ ml എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ ഡ്രോപ്സ് പെർ മിനിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ഓഫ് ഫ്ലൂയിഡ് ദാറ്റ് ഈസ് 1000 ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 15 ഡിവൈഡഡ് ബൈ 6 hours ആണ്. 6 × 60. ഓക്കെ. ഈ 15 60 ക്യാൻസൽ ആകും. ദാറ്റ് ഈസ് 4 തവണ ക്യാൻസൽ ആവും അല്ലെ? ഇനി 1000 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 250 ഡൗട്ട് ഇല്ലല്ലോ? സോ 250 വീണ്ടും 250 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 കൊണ്ട് 3 തവണ ഇവിടെ 125. സോ 125 ഡിവൈഡഡ് ബൈ 3 എന്ന്. 125 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാലോ 4 3 12 അല്ലെ? അടുത്ത 5 1 3 3. സോ 2 കിട്ടും. സോ പോയിന്റ് കൊടുക്കുമ്പോൾ ഇവിടെ 20 വരും. 6 3 18 ആകും. പിന്നെ എല്ലാം 2 ശിഷ്ടം വരും. സോ 41.666 എന്ന് പോകും. സോ നമുക്ക് 41.67 എന്ന് എടുക്കാം. സോ ആൻസർ എന്ന് പറയുന്നത് 42 ഡ്രോപ്സ് പെർ മിനിറ്റ്. 42 ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ്. ഡൗട്ട് ഇല്ലല്ലോ ആർക്കും? ആകെ ഓർക്കേണ്ട 2 pint NS എന്ന് പറയുന്നത് 1000 ml ആണെന്ന് ഓർക്കുക. പിന്നെ ഡ്രോപ്പ് ഫാക്ടർ തന്നിട്ടുണ്ട്. ഡൗട്ട് ഒന്നുമില്ല. പിന്നെ സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. 8ാമത്തെ ചോദ്യം. എ പേഷ്യന്റ് ഈസ് ടു റിസീവ് 3000 ml ഓഫ് 0.9% sodium chloride IV in 24 hours. The IV set delivers 15 drops per ml. The nurse should regulate the flow rate so that the patient receives how many drops of fluid per minute? GMCH Chandigarh 2019 സ്റ്റാഫ് ന്യൂസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. So 21 drops per minute, 28 drops per minute, 31 drops per minute and 42 drops per minute. So total volume of fluid നമുക്കറിയാം 8000 ml. Then time എന്ന് പറയുന്നത് 24 hours ആണ്. So 24 × 60. Then drop factor എന്ന് പറയുന്നത് 15 അല്ലെ? So ഇനി ഞാൻ ഫോർമുല ഡയറക്റ്റ് കൊടുക്കാൻ ഡ്രോപ്സ് പെർ മിനിറ്റ് ഈസ് ഈക്വൽ ടു total volume that is 3000 ml into drop factor 15 divided by total time എന്ന് പറയുന്നത് 24 × 60. സോ 15 60 കൂടെ ക്യാൻസൽ ആകും 4 തവണ അല്ലെ? ഇനി 24 30 നമുക്ക് 6 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 4 6 24 5 6 30. സോ
500. ബാക്കി 2 പൂജ്യം കൊണ്ട് 500. ഇനി നോക്കി 500 ഡിവൈഡഡ് ബൈ 8 എന്നാണ് അല്ലെ. 500 ഡിവൈഡഡ് ബൈ 4 500 ഡിവൈഡഡ് ബൈ 2 എടുത്തു കഴിഞ്ഞാൽ 250. 500 ഡിവൈഡ് ബൈ 4 എടുത്തു കഴിഞ്ഞാൽ 125. സോ 125 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും അല്ലെ. 125 ഡിവൈഡ് ബൈ 4. സോ 125 ഡിവൈഡഡ് ബൈ 4 എടുത്തു കഴിഞ്ഞാൽ 3 4 12. ദെൻ 5 താഴെ എടുത്തു. 1 4 4. സോ ഒരു സിസ്റ്റം വരും. സോ പോയിന്റ് ഇട്ട് കഴിഞ്ഞ് ഇവിടെ 0 വരും. 2 4 8. സോ 2 സിസ്റ്റം 20 5 4 20. സോ 31.25 ഡ്രോപ്സ് പെർ മിനിറ്റ് എന്ന് കിട്ടും. സോ 31.25 ഇവിടെ ഉണ്ടോ? ഇല്ല. 31.5 താഴെ ആയതുകൊണ്ട് തന്നെ 31.25 31 എടുക്കാൻ പാടുള്ളൂ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 31 അല്ലെങ്കിൽ 31 ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ്. എല്ലാവർക്കും കിട്ടിയോ? 31 ഡ്രോപ്സ് പെർ മിനിറ്റ്. ഓക്കെ ആണോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? 9ാമത്തെ ചോദ്യം. How many drops per minute would you administer when the doctor's order states that the client should receive 1000 ml അല്ലെങ്കിൽ cubic centimeter എന്ന് പറഞ്ഞാൽ ml ആണ് അല്ലെ. cc എന്ന് പറഞ്ഞാൽ cubic centimeter ആണ്. ദാറ്റ് ml ആണ് ഈക്വൽ ടു 1 cc എന്ന് പറഞ്ഞാൽ 1 ml ആണ്. അത് എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 1 cc is equal to 1 ml ആണ്. So fluid for 8 hours and the IV set delivers 20 GTT. GTT drops ആണ്. Per cc എന്ന് പറയുന്നത് ml ആണ്. Per ml ആണ്. RRB സ്റ്റാഫ് നേഴ്സ് 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. So option A 42 GTTs, option B 51 GTTs, option C 31 GTTs per ml, then option D 48 GTTs per minute ആണ് അല്ലെ. സോറി പെർ ml അല്ല, പെർ മിനിറ്റ് ആണ്. നമ്മൾ ഫ്ലോ റേറ്റ് അല്ലേ വേണ്ടത്, ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഞാൻ എടുത്തിരുന്നു. ടോട്ടൽ വോളിയം ദാറ്റ് ഈസ് 1000 ml, 1000 CCM 1000 ml ആണ്. Then total time എന്ന് പറയുന്നത് 8 hours ആണ്. That is 8 into 60 minutes. പിന്നെ ഡ്രോപ്പ് ഫാക്ടർ 20. ഡ്രോപ്പ് ഫാക്ടർ ഈസ് ഈക്വൽ ടു 20 ഡ്രോപ്സ് പെർ ml ആണ്. സോ ഫ്ലോ റേറ്റ് ഡ്രോപ്സ് പെർ മിനിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ദാറ്റ് ഈസ് 1000 into ഡ്രോപ്പ് ഫാക്ടർ 20 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 8 into 60. 20ഉം 60ഉം കൂടി ക്യാൻസൽ ആകും 3 തവണ. 8ഉം 125 1000 ഡിവൈഡഡ് ബൈ 8 1000 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് എത്രയാണ്? 125. ക്ലിയർ? 125 ആണ്. ദാറ്റ് ഈസ് 125 ഡിവൈഡഡ് ബൈ 3 ആണ് നമ്മുടെ ആൻസർ. സോ 125 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 4 3 12. ദെൻ 5ല് 1 3 3. 2 സിസ്റ്റം 0 വരും. 6 3 18. സോ 2 സിസ്റ്റം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ 41.666 പോകും. സോ 41.67 എന്ന് നമുക്ക് എടുക്കാം. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 42 GTTs ആണ്. കിട്ടിയോ? ഓപ്ഷൻ എ 42 ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ്. Question number 10. The doctor has ordered 500 ml 5% dextrose to be administered for 5 hours. It should be administered using a burette set. വളരെ ഇമ്പോർട്ടന്റ് വേർഡ് ആണ് burette set. അല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചു. The nurse has to set the drops per minute to deliver appropriate amount. Calculate the flow rate. Ames Jodhpur Rishi staff nurse 2017 എക്സാം ക്വസ്റ്റ്യൻ ആണ്. 100 micro drops per minute, 80 micro drops per minute, 100 macro drops per minute, 80 macro drops per minute. So macro micro തെറ്റിപ്പോരുത്. ഇവിടെ ക്ലിയർ ആയിട്ട് ഓർത്തോണ്ടാം ബ്യൂററ്റ് സെറ്റ് ആണ് അല്ലെ. ബ്യൂററ്റ് ആണെങ്കിൽ ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് മൈക്രോ ഡ്രിപ്പ് സെറ്റ് ആണ്. 60 ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ്. തെറ്റിപ്പോരുത്. ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 60 ഡ്രോപ്സ് പെർ ml ആണ്. സോറി, മിനിറ്റ് അല്ല, ഡ്രോപ്സ് പെർ ml ആണ് ഡ്രോപ്പ് ഫാക്ടർ. ഇനി ടോട്ടൽ വോളിയം ഓഫ് ഫ്ലൂയിഡോ 500 ml ആണ് അല്ലെ. 500 ml. ഇനി ടോട്ടൽ ടൈം ആണെങ്കിലോ 5 hours ആണ്. 5 hours എന്ന് പറഞ്ഞാൽ 5 into 16 മിനിറ്റ് എടുക്കാനായിട്ട് 5 into 60 മിനിറ്റ് ആക്കി എടുക്കണം. സോ ഇനി ഫോർമുല എന്താണ്? ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു ഡ്രോപ്സ് പെർ മിനിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ദാറ്റ് ഇസ് 500 into 60 ഡിവൈഡഡ് ബൈ 5 into 60. 60 ക്യാൻസൽ ആയി പോകും. 5ഉം 5ഉം ക്യാൻസൽ ആകും. ദാറ്റ് ഇസ് 100 എന്ന് കിട്ടും. സോ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 2 100 ഉണ്ട് അല്ലെ. മൈക്രോ ഡ്രോപ്സ് പെർ മിനിറ്റും ഉണ്ട്, മാക്രോ ഡ്രോപ്സ് പെർ മിനിറ്റും ഉണ്ട്. സോ ഇവിടെ നമ്മൾ ബ്യൂററ്റ് സെറ്റ് എന്ന് പറയുന്നത് ഒരു പീഡിയാട്രിക് സെറ്റ് ആണ്, ഒരു മൈക്രോ ഡ്രിപ്പ് സെറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ
100 മൈക്രോ ഡ്രോപ്സ് പെർ മിനിറ്റ് ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. കാരണം ബ്യൂററ്റ് സെറ്റ് എന്ന് പറയുന്നത് മൈക്രോ ഡ്രിപ്പ് സെറ്റ് ആണ്. സോ 100 മൈക്രോ ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 11. 2 ചോദ്യങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. A child has been prescribed 240 ml of fluid to be administered by micro drip set over 6 hours. The nurse will regulate IV at AIMS Bathinda nursing officer 2019 exam question. Option A 160 drops per minute. Option B 120 drops per minute. Option C 40 drops per minute. Option D 60 drops per minute. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം 240 ml. മൈക്രോ ഡ്രിപ്പ് സെറ്റ് ആണ് അല്ലെ. മൈക്രോ ഡ്രിപ്പ് സെറ്റ് ആയതുകൊണ്ട് തന്നെ ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 60 ഡ്രോപ്സ് പെർ ml ആണ്. ദെൻ പിന്നെ എന്താണ് തന്നിരിക്കുന്നത് 6 അവേഴ്സ് ടൈം തന്നിട്ടുണ്ട് അല്ലെ. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 6 അവേഴ്സ് ആണ് തന്നിട്ടുണ്ട്. സോ ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഡ്രോപ്സ് പെർ മിനിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം 240 ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ 60 ഡിവൈഡഡ് ബൈ 6 അവേഴ്സ്. 6 അവേഴ്സ് ആകുമ്പോൾ 60 കൂടി എടുക്കണം അല്ലെ. സോറി 6 ഇൻറ്റു 60. സോ 16 16 ക്യാൻസൽ ആകും. 240 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. 6 6 ഗുണം 4 ആണ് 24 അല്ലെ. സോ 40 എന്ന് ആൻസർ കിട്ടും. സോ 40 ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ് റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. കിട്ടിയോ എല്ലാവർക്കും? 40 ഡ്രോപ്സ് പെർ മിനിറ്റ്. യെസ്. ഇപ്പൊ നമ്മൾ 11 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് ചോദ്യം. Client is to receive 2000 ml of IV fluid in 12 hours. The drop factor is 10 GT, 10 drops per ml. At how many drops per minute should the flow rate to be set? ഇത് ഒഡീഷ നഴ്സിംഗ് ഓഫീസ് 2023 എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 22 ഡ്രോപ്സ് പെർ മിനിറ്റ്. ഓപ്ഷൻ ബി 24 ഡ്രോപ്സ് പെർ മിനിറ്റ്. ഓപ്ഷൻ സി 26 ഡ്രോപ്സ് പെർ മിനിറ്റ്. ഓപ്ഷൻ ഡി 28 ഡ്രോപ്സ് പെർ മിനിറ്റ്. സോ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 2000 ml ആണ്. ദെൻ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 12 അവേഴ്സ് ആണ്. സോ 12 ഇൻറ്റു 60 മിനിറ്റ്സ് ആണ്. ദെൻ ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 10 ആണ് തന്നിരിക്കുന്നത് അല്ലെ. 10 ഡ്രോപ്സ് പെർ ml ആണ്. സോ ഡ്രോപ്സ് പെർ മിനിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ദാറ്റ് ഇസ് 2000 ml ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 10 ആണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 12 അവേഴ്സ് ആണ്. 12 ഇൻറ്റു 60. ഡൗട്ട് ഇല്ലല്ലോ. സോ ഈ പൂജ്യവും കൂടെ ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 6 2 കൊണ്ട് 3 തവണ ഇവിടെ എത്രയാവും? 1000 ആയിട്ട് മാറും. 1000. അടുത്ത് നോക്കിയേ 1000 4 കൊണ്ട് പോകും അല്ലെ. 4 കൊണ്ട് ഇവിടെ 3 4 12. ഇവിടെ 250 ഗുണം 4 ആണ് 1000 എന്ന് പറയുന്നത് അല്ലെ. 250 ഇൻറ്റു 4 ആണ് 1000 എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും? 250 ഒരു 250 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും അല്ലെ. 3 ഗുണം 3 9 എന്ന് വരും. സോ 250 ഡിവൈഡഡ് ബൈ 9 എത്ര കിട്ടും? 250 ഡിവൈഡഡ് ബൈ 9 250 ഡിവൈഡഡ് ബൈ 9 എടുത്ത് നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. സോ 2 9 18. 2 പിന്നെ 18 എത്ര ശിഷ്ടം കിട്ടും? 7. സോ ഇതിവിടെ ചെയ്ത് നമുക്ക് സ്ഥലം തികയത്തില്ല. ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. 250 ഡിവൈഡഡ് ബൈ 9. 2 9 18. സോ ശിഷ്ടം എന്ന് പറയുന്നത് 7 അല്ലെ. 7. സോ 70 എടുത്തു. നമ്മളിവിടെ 0 താഴെ 70 എന്ന് കിട്ടും അല്ലെ. 70 വരുമ്പോ 9 7 10 7 70 9 7 63 അല്ലെ. 9 ഗുണം 7 63. കാരണം 10 ഗുണം 7 70 ആണ്. 63. സോ 7 ശിഷ്ടം കിട്ടും. വീണ്ടും 70 തന്നെ പോയിന്റ് കൊടുക്കുമ്പോൾ വീണ്ടും 70 തന്നെ വരും. സോ 7 9 വീണ്ടും 63. വീണ്ടും ശിഷ്ടം 7 തന്നെ. വീണ്ടും 70 കൊടുക്കും. വീണ്ടും 63. സോ ഇങ്ങനെ 7 7 7 എന്ന് പറഞ്ഞ് പോകും. 27.777. സോ 27.78 എന്ന് ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്ത് ആൻസർ എഴുതാം. ഓപ്ഷൻ ഡി 28 ഡ്രോപ്സ് പെർ മിനിറ്റ്. കാരണം 27.7777 എന്ന് പോകും.
സോ 27.78 എന്ന് എടുത്തു. 27.5 മുകളിലായതുകൊണ്ട് തന്നെ 28 ഡ്രോപ്സ് പെർ മിനിറ്റ് എന്ന് നമുക്ക് ആൻസർ എടുത്തു. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയോ? ക്ലിയർ ആയിട്ട് ഈ ഒരു ടോപ്പിക് മനസ്സിലായോ? ഇതിൽ ഏത് പ്രോബ്ലം കിട്ടിയാൽ ഇനി ചെയ്യാമോ? യെസ്, ഓക്കെ. നന്നായിട്ട് ഈ ഇത്രയും ചോദ്യങ്ങളൊന്ന് നന്നായിട്ട് എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ആൻസർ കിട്ടുന്ന നോക്കുക, അല്ലെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത് ഉള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് മെസ്സേജ് വരുന്നതാണ്. അതുപോലെ നമ്മുടെ DME സ്റ്റാഫ് നേഴ്സ് PH 6ാമത്തെ ബാച്ച് അഡ്മിഷൻ ഡിസംബർ 5 വരെയാണ് ഉള്ളത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ. നമ്മുടെ നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് മെത്തേഡുകൾ നിങ്ങൾക്ക് അറിയാം അല്ലെ? വെറുതെ തിയറി ക്ലാസ്സുകളല്ല. തിയറി ക്ലാസ്സിനോടൊപ്പം പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ടെസ്റ്റ്, അതുപോലെ മോഡൽ എക്സാം, ഓരോ സബ്ജക്ട്സിനും 10 മോഡൽ എക്സാമുകൾ, ഗ്രാൻഡ് മോക്ക് ടെസ്റ്റുകൾ എല്ലാ മാസവും, ഓൾ കേരള മോഡൽ എക്സാമുകൾ, പിന്നെ എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് പ്രീവിയസ് എക്സാം ഹോംവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ 3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വരുന്നുണ്ട്. ഇതെല്ലാം പറയാം. അതുപോലെ എൻക്ലാക്സ് ക്വസ്റ്റ്യൻ, 2 മാസത്തെ റിവിഷൻ പ്ലാൻ, അതുപോലെ നമ്മുടെ ക്യുക്ക് LMR ബൂസ്റ്റർ പോയിന്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന നമ്മുടെ കൺസെപ്റ്റ്. ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ നേഴ്സസ് സക്സസ് ലേണിംഗ് ആപ്പ്, പുതിയ ആപ്പ് എന്ന് പറയുന്നത് ഉറപ്പ് തരികയാണ്. അതിന്റെ ഒരു 50% നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും അടുത്ത എക്സാമിൽ ആദ്യ റാങ്കിൽ ഉണ്ടാകും. സോ ആത്മാർത്ഥമായിട്ട് ഈ മെത്തേഡുകളിലെ പ്രോപ്പറായിട്ട് 14 സബ്ജക്ട്സും പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ശരിയായ തീരുമാനങ്ങൾ എടുത്ത് മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. ഉറപ്പായിട്ടും അടുത്ത എക്സാമിൽ നിങ്ങൾക്ക് മാജിക് സൃഷ്ടിക്കാൻ കഴിയും. സോ നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. വെറുതെ എളുപ്പ വഴികളിൽ തേടി പോകരുത്. 4 രീതിയിലും ഒരുപോലെ കംപ്ലീറ്റ് ചെയ്യുക. OMR എക്സാം ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം മൈനസ് മാർക്ക് കുറയ്ക്കാൻ. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഇനിയുള്ള ഓരോ ദിവസത്തിനും നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വിലയുണ്ട്. അത് മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.